അവൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നതാ എന്നോട് പറഞ്ഞത്. അവളുടെ അച്ഛൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നു അത്രേ. അവൾ ഫോൺ നമ്പർ തന്നതാ, ഞാനാ വാങ്ങാത്തത്. കുഴപ്പമില്ല അച്ഛാ, ചിന്നു എന്നെ അന്വേഷിച്ച് വന്നല്ലോ, അത് വിചാരിക്കുമ്പോ വല്ലാത്ത സന്തോഷം തോന്നാ. അവള് വീണ്ടും വരും മോനെ. വരുമ്പോ ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചു വെക്കാം, നീ വിഷമിക്കാതെ. ശരി, അത് വിട്ടേക്കച്ചാ. ഞാൻ ഉടനെ ട്രിവാൻഡ്രത്ത് പോയി അവളെ എങ്ങനെയാണ് കൊണ്ടുവരാം. പിന്നെ എന്നെ വിട്ട് പോവുകയാണല്ലേ? ഞാൻ വേഗം തിരിച്ചു വരാം. ചിറ്റിയുടെ അടുത്തൊന്നും പറയണ്ട. തിരുവനന്തപുരത്ത് പോകുള്ളവരെല്ലാം കയറിക്കോ. കൊല്ലം ആലപ്പുഴ വഴി. ഒന്ന് വേഗം വേഗം. എടാ അളി, അഡ്രസ് ഇല്ലാതെ അവളെ എങ്ങനെ കണ്ടുപിടിക്കൂടാ. ട്രിവാൻഡ്രത്ത് പോയി ഞാൻ അവളെ എങ്ങനെ കണ്ടുപിടിക്കും? നീ ചുമ്മാ ടെൻഷൻ ആവാതെ. എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, പക്ഷെ ഒരു ഡൗട്ട്. നീ അവളെ ചെറുതിലേ കണ്ടിട്ടുള്ളൂ, ഇപ്പൊ അവളെ കണ്ടാ എങ്ങനെ തിരിച്ചറിയും? നിനക്ക് മനസ്സിലാവാത്തോണ്ടാ. എന്റെ ഡാർലിങ്ങിനെ ഞാൻ എങ്ങാനും കണ്ട, അവൾ ആ സറൗണ്ടിങ്ങിൽ എങ്ങാനും വന്ന, എന്റെ ഹൃദയം ചുമ്മാ പടപടപടാന്നടിക്കും. ദാസേട്ടന്റെ പാട്ട് കേട്ട് കൂടെ പാടുന്ന പോലെ. ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ ഞാൻ അകത്തോട്ട് പോയേനെ. സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ? കണ്ണു കണ്ടൂടെ? അവിടെ നിക്ക്. டேய், அந்த பொண்ணை பார்த்தா இதோ இங்க இங்க மனசுல டப்பாசு வெடிக்கும். ഹലോ, ഐ നീഡ് ടു ഗോ. പോ പോ. ഓടി. അളി, എനിക്ക് വേറൊരു ഡൗട്ട് കൂടെ ഉണ്ട്. നീ ഇപ്പൊ ചിന്നൂനെ തേടി പോവേല്ലേ? അവിടെ ട്രിവാൻഡ്രത്ത് നല്ല കിളുന്ത് പോലുള്ള പെമ്പിള്ളാരുണ്ട്. അതിലൊന്നിനെ ഇഷ്ടപ്പെട്ട അപ്പൊ നീ എന്ത് ചെയ്യും? എനിക്ക് ചിന്നു അല്ലാതെ വേറെ ആരും വേണ്ട. സപ്പോസ് നയൻതാരെ പോലുള്ള നല്ലൊരു ചരക്കിനെ കിട്ടിയാ വിടോടാ നീ? കയ്യത്തട്ട് ചിങ് ചിങ് പുതുരാഗത്തിൽ മെട്ടിക്കെട്ട്. ഹലോ ആന്റി, ഞാൻ ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു പോവാ. എന്റെ നമ്പർ ഞാൻ തരാം, പ്ലീസ് ഒന്ന് നോട്ട് ചെയ്യോ. ഒരിക്കൽ പറഞ്ഞ നിനക്കൊക്കെ മനസ്സിലാവലടി കടുവരുടെ മോളെ. ഇനി നീ ഫോൺ ചെയ്ത് രണ്ടായിട്ട് വലിച്ചു കയറി അടുപ്പ് വെക്കും ഞാൻ. വെക്കണി ഫോൺ. അണ്ണോ, ബസ് എപ്പോഴാ പോയി എത്തുക? 6 മണിക്ക്. 6 മണിക്ക് ബസ് ട്രിവാൻഡ്രത്ത് എത്തിയില്ലെങ്കിൽ 6:10 ഞാൻ ബസ്സിനെ കത്തിക്കും. തില്ലാന തില്ലാന നീ തിത്തിക്കുന്ന. അപ്പോഴേ ബസ്സിൽ കയറാൻ സമയത്ത് ഞാൻ ടെൻഷനായത് നിങ്ങളെടുത്തല്ലേ? സോറിയേ. ഇറ്റ്സ് ഓക്കേ. ഇവിടെ ഒരു പടം കാണിക്കണേ, അങ്ങോട്ട് നോക്കണേ. വല്ലാത്ത ഒരു ഡിപ്രഷനിലായിരുന്നെന്ന് തോന്നല്ലോ. കൊള്ളാം. ചില പെമ്പിളര് കരയണത് കാണുമ്പോ ഭയങ്കര വൃത്തികേടായിരിക്കും, പക്ഷെ നിങ്ങൾ കരഞ്ഞപ്പോ കൊള്ളാം. കണ്ണീതോ? കരഞ്ഞോന്നേ. അണ്ണ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? സിനിമ ഇടാൻ പോണ്. ഏത് സിനിമ? ഹിന്ദി സിനിമ. ഹിന്ദി ഇംഗ്ലീഷൊക്കെ എന്തിനാ? രജനികാന്തിന്റെ പടം ഇട്. ഇന്നലെ അത് ഇട്ടത് ഭാഷ. ഇന്നലെ ഞാനില്ലായിരുന്നല്ലോ. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ ചില റൂൾസ് ഉണ്ട്. എന്റെ അണ്ണോ, വോൾവോ ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ഗ്ലാസ് പൊട്ടിച്ചോണ്ട് നീ മാത്രം ഇങ്ങനെ വെളിയിൽ പോയി വീഴുന്ന എങ്ങനെ ഇരിക്കും? വീഴണോ? ഭാഷ ഇടണോ? അത്രയല്ലേ ഉള്ളൂ. ഇടറാ. കണ്ട പടം കാണും, തലവരെ പടം ഇട്ടിരിക്കുമ്പോ ഉറക്കം. വഴി പറയാണ്. അവിടെ ഒരു രജനികാന്ത് ഉണ്ട്, ഇവിടെ ഒരു രജനികാന്ത് ഉണ്ട്. 2 രജനികാന്ത് ഒരുമിച്ചുള്ള സ്ഥലത്ത് പിടിച്ചു പേറി നടത്തുകയാണടാ മോനെ. പടം ഇട്ടില്ലായിരുന്നെങ്കിൽ അണ്ണ ഇതുപോലെ പോവായിരുന്നു.
നിങ്ങൾ അടിച്ച് പെരുത്ത് കളഞ്ഞല്ല. താങ്ക്സ്. യു ആർ വെൽക്കം. പിന്നെ നമുക്ക് തട്ടുകടയിൽ പോയി ചപ്പാത്തി ചിക്കനും അടിക്കാം. നന്നായിരിക്കും. അണ്ണന്റെ അടിയുടെ അത്ര ഒക്കൂലെങ്കിലും എനിക്ക് കൊള്ളാം. പോവാം. ആ വരി. പിള്ളവാ ദാ നിക്കണ്. ഹലോ. ഹലോ ഹലോ. താങ്ക് യു സോ മച്ച്. നോ പ്രോബ്ലം. തന്റെ പേരെന്താ? രജനികാന്ത്. നൈസ് മീറ്റിംഗ് യു. ആ ശരി കാണാം. ഓ കണ്ടേ പറ്റൂ. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ വാക്ക് കേൾക്കാതെ അവനെ കാണാൻ പോയി അല്ലേ? ശരി വാ. എന്താ സുഖം തന്നെയാണോ? സുഖമില്ല. നീ എന്താ ആശുപത്രി കൊണ്ടുപോകുന്നോ? എങ്ങോട്ടാ പോകണ്ടെന്ന് വെച്ചാൽ അത് മാത്രം പറ. എന്നിട്ട് അവനെ കണ്ടോ നീ? ഇല്ല. പിന്നെ പട്ടയമില്ലാത്ത പ്രോപ്പർട്ടി ആണെങ്കിലും വാങ്ങിക്കാം, ലിറ്റിഗേഷൻ ഉള്ള പ്രോപ്പർട്ടി ആണെങ്കിലും നമുക്ക് വാങ്ങിക്കാം. ശരി, സ്ഥലമുണ്ട് ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വാങ്ങിക്കാം. ഡോക്യുമെന്റ്സ് ഉണ്ട് സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ മുന്നേയുടെ കാര്യം ഇപ്പൊ അതുപോലെ തന്നെയാ. ഞങ്ങൾ സംസാരിച്ച് തീരുന്ന ഒരു വണ്ടി എടുക്കൂലേ? ലക്ഷ്മി, ഈ പയ്യൻ എങ്ങനെയുണ്ടോ നോക്ക്. ഓക്കെ, വലിയ കുഴപ്പമില്ല. ഇവൻ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പൊ പറ എങ്ങനെയുണ്ടെന്ന്. ആള് കൊള്ളാലോ. കൊള്ളാല്ലേ? അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാത്രമല്ലടി, സൈഡ് ഇൻകം ആയിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ടെന്ന്. അമേരിക്കയിലും റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ടല്ലേ ഞാനും അങ്ങ് സമ്മതിച്ചത്. ഇവന്റെ കാര്യത്തിൽ സൈറ്റും ഡോക്യുമെന്റ്സും എല്ലാം കറക്റ്റാ. ചിന്നു ഓക്കെ പറഞ്ഞ ഉടനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പക്ഷേ മുന്നയുടെ കാര്യം അറിയുന്നവരെ ചിന്നു സമ്മതിക്കില്ലല്ലോ. മുന്നേ അവളുടെ അമ്മൂമ്മയുടെ ചിന്നു അവിടെ പാവമല്ലേ, പെൺകുട്ടിയാണെന്ന് വിചാരിച്ച് ചെല്ലം കൊടുത്തപ്പോ തലേ കയറി നിന്ന് കൊത്താൻ നോക്ക. ഇന്ന് അവളെ ഞാൻ ചിന്നു അവിടെ അവളിപ്പോ റൂമിനകത്തുണ്ട്. Who is the dog dog boo boo boo? Who is the dog dog boo boo boo? We are rocking. Yeah, we were rocking. Yeah. ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട പെൺകുട്ടികളുടെ ജീവിതം തൊലയ്ക്കുന്നത്. എന്താ മോളെ, അവനെ സ്വപ്നം കാണുകയായിരുന്നോ? അടുത്ത പ്രാവശ്യം സ്വപ്നത്തിൽ വരുമ്പോ എന്നെ വന്നൊന്ന് കാണാൻ പറ. എന്തിനാ? എന്റെ മോളെ, നീ ലണ്ടനിൽ പോയി MBBS പഠിച്ചിട്ട് വന്ന പെണ്ണ. ഇപ്പോഴും അവനെ വിചാരിച്ചോണ്ടിരുന്ന അവൻ എവിടെ ഉള്ളത്? വരാൻ പറ ഇങ്ങോട്ട്. അതുകൊണ്ടല്ലേ ഞാൻ എത്തി എന്നുള്ള കാര്യം പറയാൻ ഇവളെ അങ്ങോട്ട് അയച്ചത് തന്നെ. എന്നിട്ട് എന്തായി? വന്നോ ഇങ്ങോട്ട്? എങ്ങനെ വരാനാ? ഉണ്ടെങ്കിലല്ലേ വരൂ. ചിന്നുമോളെ, നിനക്ക് നല്ലൊരു ഭാവി വേണം. ഭർത്താവെന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കണം, അവളുടെ കൂടെ ഉണ്ടാവണം. കഷ്ടമായിരുന്നാലും സുഖമായിരുന്നാലും നിന്നെ വിട്ട് പോകരുത് അവൻ. അങ്ങനത്തെ ഒരുത്തനായിരിക്കണം നിനക്ക് ഭർത്താവായി വരേണ്ടത്. എക്സാക്ട്ലി, യു ആർ റൈറ്റ് അങ്കിൾ. ഇത്രയും കാലം ഞാൻ അവനെ എന്തിനാ പ്രേമിച്ചത് എനിക്ക് പിടിയില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇത്രയും വിശ്വസ്തതയും ഇത്രയും കോൺഫിഡൻസും ഞാൻ ഇത്ര എളുപ്പത്തിന് അവൻ എന്നിൽ വളർത്തി.